ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ത്യൻ സമയം ഏകദേശം 1:45 ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം, ഉച്ചയ്ക്ക് 1:45 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അടുത്ത ഓരോ നിമിഷങ്ങളും അടുത്ത ഓരോ മണിക്കൂറുകളും വളരെ നിർണായകമാണ്. ഞാൻ ഒരു ഫൈനൽ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ചെയ്യുന്നു. ഉള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നത് രാത്രി മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്ന അറിയത്തില്ല. നിലവിൽ എല്ലാവർക്കും അറിയാം, മാർക്കറ്റിൽ നിലവിൽ ഇറാനും US-ഉമായിട്ടൊരു ഡീലിലെത്തി എന്ന് ആരാണ് പറയുന്നത്? ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് US-ഉമായിട്ട് ബന്ധപ്പെട്ട പത്രമാധ്യമങ്ങളുമാണ് പറയുന്നത്. തമ്മിൽ ഒരു ഡീലിലേക്ക് ഏകദേശം എത്തി എന്ന ഒരു ന്യൂസാണ് വരുന്നത്. പ്രധാനമായിട്ടും പറയുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കയ്യിലുള്ള ഇറാൻ്റെ കയ്യിലുള്ള യുറേനിയം ഏകദേശം 460 കിലോയ്ക്ക് അടുത്തുണ്ട്. സമ്പുഷ്ടീകരിച്ച 460 കിലോഗ്രാം യുറേനിയം അവരുടെ കയ്യിലുണ്ട്. ഈ സാധനം അമേരിക്കയ്ക്ക് കൈമാറാം എന്ന് ഇറാൻ സമ്മതിച്ചു എന്നാണ് നിലവിൽ ന്യൂസുകൾ വരുന്നത്. ഇപ്പോൾ റോയിട്ടേഴ്സ് പരിശോധിച്ചാലും, ആക്സിയോസ് പരിശോധിച്ചാലും, CNN നോക്കിയാലും, എവിടെ നോക്കിയാലും ഇങ്ങനൊരു റൂമറാണോ സത്യമാണെന്ന് അറിയത്തില്ല, ഇങ്ങനൊരു വാർത്ത പുറത്തുണ്ട്. അവരുടെ കയ്യിലുള്ള യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രതിഫലമായിട്ട് ഇറാൻ്റെ മേലുള്ള എല്ലാ സാങ്ഷനും, അവർക്ക് എതിരെ നടത്തിയിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണം എന്ന കണ്ടീഷനാണ് അവർ വെച്ചേക്കുന്നത്. അതുപോലെ അമേരിക്ക പറഞ്ഞേക്കുന്നത് ഹോർമോസും ഓപ്പൺ ചെയ്യണം. അപ്പം ഇതാണ് മുന്നിലുള്ള കീറാമുട്ടി. പക്ഷെങ്കിൽ ഇത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം ഇറാൻ്റെ ഭാഗത്തുനിന്നൊരു റിപ്ലൈ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. പക്ഷേ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ടും ഒരു പ്രതികരണം വന്നിട്ടില്ല. ഇവർ യുറേനിയം കൊടുക്കാമെന്നോ അല്ലെ ഒരു ഡീലിലെത്തിയെന്നോ എന്താണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്നോ ഒന്നും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ടും ഒരു റിപ്ലൈ വന്നിട്ടില്ല. ഇതെല്ലാം പറയുന്നത് ട്രംപിൻ്റെ പിണിയാളുകളുമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ വാർത്തകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു മാനിപ്പുലേഷനാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുറേനിയം കൊടുക്കാമെന്ന് നേരത്തെ ഇപ്പോൾ സമ്മതിക്കേണ്ട കാര്യമില്ലല്ലോ. സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ യുറേനിയം നേരത്തെ കൊടുക്കാൻ സംഭവിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്ന് അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. നിലവിൽ ക്രൂഡ് ഓയിൽ $100 എന്നുള്ളത് ഇപ്പോൾ $90 എത്തിയിട്ടുണ്ട് ഔട്ട് ഓഫ് ദ മാർക്കറ്റിൽ. അൺഒഫീഷ്യൽ മാർക്കറ്റിൽ ക്രൂഡിൻ്റെ പ്രൈസ് ഏകദേശം $90 ഇപ്പോഴത്തെ. ഏകദേശം $10 കുറഞ്ഞു. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കണക്ക് കൂട്ടുവാണെങ്കിൽ ഏകദേശം ഒരു 800 പോയിൻറ്റിനടുത്ത് 700-800 പോയിൻറ്റിനടുത്ത് നിലവിൽ ഡൗണിലാണ് ക്രൂഡ് ഓയിൽ നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ സംഭവം അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി രണ്ട് സൈഡ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത് ഇന്ന് രാത്രി ഈ സംഭവം എല്ലാം ക്ലോസ് ചെയ്തു, എല്ലാം ഓക്കെ ആയി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഇപ്പോൾ ഇത് ഡേ ക്യാൻഡിലായി കാണുന്നത് 23,800-700 റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഇത് സത്യമാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഈ ഹൈയിൽ 24,500 ഓപ്പൺ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു വര നമുക്കവിടെ വരച്ചിടാം. 24,500 മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. ഈ ഹൈ ആണ് ഏകദേശം 24,593. അങ്ങനെ നാളെ ഒരു സെറ്റപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ 24,500-600 റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ആകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മളിപ്പോൾ കേട്ട കാര്യം സത്യമാണെങ്കിൽ, വേറെ കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഈ കേട്ട കാര്യം ഇറാൻ യുറേനിയം കൊടുക്കാം എന്ന് സംബന്ധിച്ചു. മറുപടിയായിട്ട് ഇറാൻ്റെ മേലുള്ള എല്ലാ ഉപരോധങ്ങളും അമേരിക്ക പിൻവലിക്കാം എന്നും ഉള്ള ന്യൂസ് സത്യമാണെന്നുണ്ടെങ്കിൽ നാളെ 800 മുതൽ 1000 പോയിൻ്റ് വരെയുള്ള ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത
നിഫ്റ്റിയിൽ സാധ്യത വളരെ കൂടുതലാണ്. 800 മുതൽ 1000 പോയിന്റ് വരെ ഗ്യാപ്പ് ഉറപ്പാണ്, കൺഫേമാണ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനിയല്ല ഇത് വെറും പടക്കമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാളെ ഒരു പക്ഷെങ്കിൽ 23,500 കാണേണ്ട സാഹചര്യം ഉണ്ടാകും. കാരണം 25,500 വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് 50-50 ചാൻസാണ്. 50-50 ചാൻസാണ്. ഒന്നുകിൽ ഇത് അവസാനിക്കും, ഇല്ലെങ്കിൽ അടിച്ച് നശിപ്പിക്കും. ഈ രണ്ട് കാര്യമാണ് പുള്ളിയുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിലേത് സംഭവിക്കും എന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. വേറെ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. നിലവിലത്തെ അവസ്ഥ വെച്ചാൽ വീക്കിന് അനാലിസിസ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നാളെ ഇപ്പോൾ ഇന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ രാത്രിയാകുമ്പം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാകുകയും ഇത് പോസിറ്റീവാണ്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാളെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകും. ഇല്ല ഇത് പടക്കമാണ്, ഇറാൻ നിരാകരിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ തന്നെ അവിടുന്ന് ഇവിടുന്നും ചെറിയ ന്യൂസുകൾ വരുന്നുണ്ട്, ഇറാൻ ഇത് നിരാകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് സമ്മതിച്ചിട്ടില്ല, ഇത് US തന്നെ ഉണ്ടാക്കുന്നൊരു പ്രൊപ്പഗണ്ടയാണ് എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയും ചെറിയ ചെറിയ ന്യൂസുകൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആധികാരികത നമുക്ക് നിലവിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് ബാക്കി ഒരു ഫർദർ സ്റ്റെപ്പിനെ പറ്റി പറയാം. നമ്മൾ വെറുതെ എന്തെങ്കിലും സംസാരിച്ചിട്ട് കാര്യമില്ല, അല്ലേ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞാലുണ്ട്, നമുക്ക് എപ്പോഴും ജെനുവിനിറ്റിയാണ് വേണ്ടത്. റിയലായിട്ട് മാർക്കറ്റിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകും. അല്ലാതെ വെറുതെ ഊഹാപോഹം എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ന്യൂസിൻ്റെ ബലത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് ഇവിടെ യാതൊരുവിധ എന്ത് കുണ്ടാമണ്ടി ആയാലും, ഇൻഡിക്കേറ്റർ ആണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും ഒരു കിടുതാപ്പും ഉള്ള കാര്യം പറയാം, ഒരു കിടുതാപ്പും വർക്ക് ചെയ്യാൻ പോകുന്നില്ല, അല്ലേ? നാളെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവം നടത്തുകയാണെങ്കിൽ 1000 പോയിന്റ് ഗ്യാപ്പ്, 800 മുതൽ 1000 പോയിന്റ് ഗ്യാപ്പിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല ഇത് നെഗറ്റീവായിട്ടാണ്, ഇത് നടക്കത്തില്ല, അടിയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ കണ്ട് മാർക്കറ്റ് വീഴത്തില്ല. എന്നാലും 23,500 മാർക്കറ്റ് വീഴാനുള്ള എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കിക്കണ്ട് മാത്രമേ നാളത്തെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. വേറെ എനിക്കൊന്നും കൂടുതൽ പറയാനില്ല, ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. പിന്നെ വീക്കിലി അനാലിസിസ് ചെയ്യേണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൺഫർമേഷൻ വരുവാണെങ്കിൽ രാത്രിയിൽ ഗ്രൂപ്പിൽ ഞാൻ വോയിസ് മെസ്സേജ് ഇടാം, ഇല്ലെങ്കിൽ രാവിലെ ഞാൻ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇടാം. അല്ലാതെ വേറെ നമുക്ക് ഒരു കാര്യം ഇതിനകത്തിൽ പറയാനില്ല. നമ്മൾ ഇതിനകത്തിൽ മന്ത്ലി ക്യാൻഡിൽ നോക്കുവാണെന്നെങ്കിൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ മന്ത്ലി ക്യാൻഡിലിൻ്റെ കഥ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറിയേക്കുവാണ്. ഇപ്പോഴും ഈ മന്ത് നോക്കുവാണ്, ഏപ്രിൽ മാസത്തെ മന്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുള്ളിഷാണ്. മെയ് മാസത്തെ ഇപ്പം പകുതി കൂടുതൽ തീരാറായി. ഇതൊരു ബുള്ളിഷ് സിഗ്നൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. തരുന്ന ഇൻഡിക്കേഷൻ, ഈ മൂന്നാമത്തെ ഈ മന്ത്ലി ക്യാൻഡിലിൻ്റെ ഇൻഡിക്കേഷൻ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് തന്നെയാണ് മാർക്കറ്റിൽ തരുന്നത്. ഇതിൻ്റെ കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 24,593 കടന്ന് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് ഒരു കൺഫർമേഷനായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. നിലവിൽ ഇപ്പോഴത്തെ മന്ത്ലി ബേസിസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. ഇത്ര മാത്രമേ തൽക്കാലം ഇപ്പോൾ പറയാനുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല, പറഞ്ഞിട്ടും യാതൊരു കഥയും ഇല്ല. ഓക്കെ, അതുകൊണ്ട് വൈകുന്നേരം രാത്രിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അല്ലാതെ നിലവിൽ ഇപ്പം എനിക്ക് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മളില്ലാത്ത കാര്യം പെരുപ്പിച്ച് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ ഗ്രൂപ്പിൽ മെസ്സേജായിട്ട് വരാം, ഇല്ലെങ്കിൽ രാവിലെ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇടാം. ഇനി അല്ല എന്തെങ്കിലും പ്രത്യേക സംഭവവാസങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട്, വീണ്ടും ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് രാത്രിയിൽ ചെയ്യാം. അത്രയ്ക്ക് എന്തെങ്കിലും ഒരു ഇടേണ്ട ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ ഒരു രാത്രിയിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യാം. ഇത്ര മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. അപ്പം നിങ്ങൾ ക്ഷമിക്കുക, വേറെ എൻ്റെ മുന്നിൽ മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, കഥ അറിയാതെ ആട്ടം കണ്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പം എല്ലാവർക്കും നാളെ പാക്കലാം. ഓക്കെ, താങ്ക് യു.